സംഭവിച്ചത് ഞാൻ എൻ്റെ വീട്ടിലും മത്തിക്കുമ്പോൾ 7 ആയിട്ടുള്ളൂ. നായ അങ്ങോട്ട് പോകുന്നുണ്ട്. കുഞ്ഞിമാത്ത അവിടെ മുരിങ്ങയുടെ തൊണ്ട് വാജിട്ടായിരുന്നു. അങ്ങനെ ഞാൻ നായനെ ആട്ടിയതാണ്. വീട്ടിൽ നിന്നിട്ട് ആട്ടിയപ്പോൾ തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് കയറിയോടെ കഴിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെ പോയി. ആ പോയ പൂക്കിൽ കുഞ്ഞിമാത്ത അങ്ങനെ ഈ ചണ്ടി വാജിരുന്നു. അങ്ങനെ ഓടിച്ചെന്ന് അഞ്ഞത്തു കൂടെ കയറി പിടിച്ചു. പാലക്കാട് പത്താംകല്ല് തെരുവുനായ ആക്രമണത്തിൽ 2 വയസ്സുകാരൻ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെ 9 മണിക്കും 11 മണിക്കും ഇടയിലായാണ് വിവിധ കേന്ദ്രങ്ങളിൽ തെരുവുനായുടെ ആക്രമണം നടന്നത്. വീട്ടുമുറ്റങ്ങളിലേക്ക് ഓടിയെത്തി വയോധികർ ഉൾപ്പെടെയുള്ളവരെ കടിച്ച് പരിക്കേൽപ്പിച്ച നായ വഴിയരികിലൂടെ നടന്നുപോയ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കാൽനട യാത്രികരെയും ആക്രമിച്ചു. വലിയ ഭീതിയിലാണ് നാട്ടുകാർ. പരിക്കേറ്റവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലുമായി ചികിത്സ തേടി. അപ്രതീക്ഷിതമായി അക്രമാസക്തനായി എത്തിയ നായയാണ് മേഖലയിൽ ഭീതി വിതച്ചത്. പാറക്കുന്ന് വീട്ടിൽ 70 വയസ്സുള്ള അമ്മിണി, പേരക്കുട്ടിയായ 2 വയസ്സുകാരൻ, ചൂണ്ടൽ വീട്ടിൽ 55 വയസ്സുള്ള ബേബി, പുത്തൻപീടികയിൽ 60 വയസ്സുള്ള കുഞ്ഞിമ്മ, തൊഴിലുറപ്പ് തൊഴിലാളിയായ പ്ലാക്കിൽ വീട്ടിൽ 58 വയസ്സുള്ള റഹ്മത്ത്, ചീനിക്കപ്പറമ്പിൽ വീട്ടിൽ 65 വയസ്സുള്ള അബ്ദുറഹ്മാൻ, 65 വയസ്സുള്ള ഭാർഗവി എന്നിവർക്കാണ് കടിയേറ്റത്. രാവിലെ 7 മണിക്ക് ശേഷമാണ് തെരുവുനായ് ആക്രമണം ഉണ്ടായതെന്ന് സമീപവാസിയായ ഖദീജ പറഞ്ഞു. എവിടെയാ കടി കൊണ്ടത്? എത്ര കടിയുണ്ട്? 2-3 കടിയേറ്റു. 2 കടി വെച്ചിട്ട് മാന്തിയിട്ടുള്ള കോർണു. എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അവിടെ ഒരു സോപ്പും ഇതൊക്കെ ഇട്ട് കഴുകിയിട്ട് അങ്ങനെ കാർ എടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് 1/2 മണിക്കൂർ കഴിയാതെ പോരാൻ പാടില്ല. അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞപ്പോ ഞാൻ പോയി അന്വേഷിച്ചു. വേറെ ആർക്കൊക്കെ കടി കയറ്റി? വാങ്ങു ഇവിടെ അത് ചുണ്ടുമ്പോ ഇങ്ങനെ കസാര ചെയ്ത് ചായ കുടിക്കുക. കസായ കുടിക്കുക ആളുകൾ വേറെ ആരും ചെറിയ കുട്ടികൾ. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കുമ്പോ പറഞ്ഞിങ്ങനെ ആടുന്നുണ്ട്. അങ്ങനെ കയറി പിടിച്ച് മാന്തിയൊക്കെ കടിച്ചില്ലെന്ന് പറയുന്നത്. മാന്തിയൊക്കെ ഞാൻ പോയി നോക്കിയില്ല. മാന്തിയെടുക്കുക. പിന്നെ അവിടെ വരുമ്പോൾ വാർന്നാടി താത്ത തിരുമ്പായിരുന്നു. കുട്ടി മുറ്റത്ത് നിൽക്കണ്ടായിരുന്നു. തിരുമ്പുമ്പോൾ ചെന്നിട്ട് അതിന്റെ ചന്ദിനെ മുകളിൽ ഓടി കയറി വിട്ടിട്ട് പിന്നെ ആ ബേബിനെ പിടിച്ചെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ബേബിനെ അവിടെ ചെറിയ മുണ്ടാൻ പറ്റില്ല. അതിന്റെ കഴുത്തിൽ പിടിച്ചത് അവർ അതിന്റെ കഴുത്തിൽ പിടിച്ചു. അതിലിപ്പോ അയ്യമാനെ പിടിച്ചെന്ന് പറയുന്നത്. ഇതിവിടെ വരാറില്ലാത്ത നായനത് ചെറിയൊരു നായ. അത് വാഴ കഴുത്തിലേക്ക് ഇട്ടാ പോകും. ആ പോക്ക് കഴിഞ്ഞ് അവിടെ പോയി തിരിച്ച് വീട് പോയത്. എന്നിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ വാങ്ങൂനും പിന്നെ ആൾക്കാരെ കടിച്ചിട്ടുണ്ട്. നിരവധി പേരെ കടിച്ച് അക്രമാസക്തനായ നായയെ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ്. തെരുവുനായ് ശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്ന് സമീപവാസിയായ സൈനുദ്ദീൻ പറഞ്ഞു. രാവിലെ ഒരു 7:30 മണിയായിട്ട് ആദ്യം കടിച്ചത് കുഞ്ഞുമാത്താനാണ്. അത് കഴിഞ്ഞിട്ടാണ് ബേബിയുടെ പറഞ്ഞാളെ ഈ പട്ടി കടിക്കുന്നത്. കടിച്ചിരിക്കുന്നതൊക്കെ കഴുത്തിലാണ്. നമ്മൾ പലവട്ടം അധികാരികളോട് പറഞ്ഞിട്ടുള്ളതാണ്. തെരുവുനായ് ശല്യം വളരെ രൂക്ഷമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. 24-ാം വാർഡും 26-ാം വാർഡും സംഗമിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നമ്മളിവരോടെല്ലാം പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അവരിതുവരെ ഒരു നടപടി ഇന്നവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു 6 പേരെയാണ് ഇപ്പോൾ ഈ തെരുവുനായ കടിച്ചിരിക്കുന്നത്. ഇനി അത് കൂടാനാണ് സാധ്യത. ഇതുവരെ ഈ വാർഡ് മെമ്പറോ ആരും കൂടെ തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഈ വാർഡ് മെമ്പറോ ഇവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും എന്തായി എന്ന് ചോദിച്ചിട്ടുണ്ട് വരെ വിളിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇതിനെതിരെ അധികാരികൾ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളോട് പറയാനുള്ളത്. VCV ന്യൂസ്, പത്താംകല്ല്. മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്.